ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു കറി നാരങ്ങ പറിച്ചെടുത്തത്. അപ്പോൾ ആ കറി നാരങ്ങ വെച്ച് നമുക്കൊരു അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് കറി നാരങ്ങ ചെറുതായിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുത്ത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പിട്ട് പുരട്ടി വയ്ക്കുക കേട്ടോ. കാരണം കയ്പ്പ് രസം വരാതിരിക്കാനാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഇത്രയും കുരുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഉണക്കി ഒന്ന് വിത്ത് പാകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും അച്ചാറിന് ഉപയോഗിക്കുന്ന വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി നാരങ്ങയിൽ കയ്പ്പ് രസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കുരുവില്ലേ, അതിൽ വിത്ത് അതെടുക്കുന്ന സമയത്ത് അതിലും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നന്നായിട്ട് കയ്പ്പ് അതിൽ പടരും. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് കുരു കട്ട് ചെയ്യാതെ മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് കയ്പ്പില്ലാതെ കിട്ടും. എന്നാലും നമ്മൾ ഉപ്പൊന്ന് പുരട്ടി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ ഒരു മിക്സിലേക്ക് ഇച്ചിരി വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പായിട്ട് പുരട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ കറി നാരങ്ങ അരിഞ്ഞ് വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. പിന്നെ ഈ സമയത്ത് ഇച്ചിരി പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. പലരും പല രീതിയിലാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.